150 വർഷം പഴക്കമുള്ള ക്ഷേത്രം, പ്രകൃതിയുടെ മാന്ത്രികത ഒളിപ്പിച്ചു വച്ച ഇടം. ക്ഷേത്രം ദർശിക്കാനും അനുഗ്രഹത്തിനായും ആയിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകുന്നത്. അതിനൊരു കാരണമുണ്ട്. ഗുജറാത്തിലെ ഭറൂച്ച് ജില്ലയിലെ കവികംബോയ് എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിന്റെയും കമ്പായ് ഉൾക്കടലിന്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് സ്തംഭേശ്വർ ക്ഷേത്രം. കുറച്ചു സമയത്തേക്ക് അപ്രത്യക്ഷമാവുകയും പിന്നീട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. കടലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ വേലിയേറ്റം കാരണം ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്നു. വേലിയേറ്റം വരുമ്പോൾ ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്താൽ മൂടുകയും വെള്ളം കുറയുമ്പോൾ ക്ഷേത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും 2 തവണ ഈ പ്രതിഭാസം ആവർത്തിക്കപ്പെടും. ഈ സമയത്ത് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പൂർണ്ണമായും കടൽവെള്ളത്തിനടിയിലാവുകയും ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം മാത്രം വെള്ളത്തിന് മുകളിൽ നിൽക്കുകയും ചെയ്യുന്നു. കമ്പത്ത് ഉൾക്കടലിലാണ് ഈ പ്രഭാവം കൂടുതലും ദൃശ്യമാകുന്നത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു പ്രകൃതി പ്രതിഭാസമല്ല, മറിച്ച് കടലിലെ തിരമാലകൾ ശിവലിംഗത്തെ മൂടുന്നത് ജലാഭിഷേകമാണെന്നാണ് വിശ്വാസം. താരകാസുരനെ വധിച്ചതിനു ശേഷം കാർത്തികേയൻ ഇവിടെ ശിവലിംഗം സ്ഥാപിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. വേലിയിറക്കത്തിൽ ക്ഷേത്രം പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളത്. ഈ ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യം 18 പുരാണങ്ങളിൽ ഒന്നായ സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. അതിരാവിലെയുള്ള വേലിയിറക്ക സമയങ്ങളിലാണ് ക്ഷേത്രം കാണാനും പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. ക്ഷേത്രത്തിന്റെ ശാന്തവും സമാധാനപരവുമായ ചുറ്റുപാടിൽ ധ്യാനിക്കാനും കഴിയും. വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാനും പ്രകൃതിയോട് അടുത്തിരിക്കാനും കടലാർത്തിരമ്പുന്ന ശബ്ദം ആസ്വദിക്കാനും നിരവധി പേരാണ് നാനാഭാഗത്തു നിന്നും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.